ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു കോട്ടയം സ്റ്റൈൽ കുടംപുളി ഇട്ട മീൻകറി ആയാലോ. അതിനായി ആദ്യം തന്നെ ചെറു ചൂടുവെള്ളത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ട് നല്ല ഉറയുള്ള 1-2 ചുളപ്പുളി ഇട്ട് വെക്കുക. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി ഒരു മീഡിയം സൈസ് കഷ്ണം ചതച്ച് വെച്ചത്, കുറച്ച് വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ചുവന്നുള്ളി, പിന്നെ 2-3 പച്ചമുളക്. ചുവന്നുള്ളിയാണ് മെയിനായിട്ടും നമ്മൾ മീൻ കറിക്ക് വേണ്ടി എടുക്കുന്നത്. അതുപോലെ മെയിനായിട്ട് മോത മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലിന് മോത എന്നാണ് പറയുന്നത്. ഇവിടെ മീനുകളുടെ പേര് നമുക്കധികം അറിയില്ല. അതിന് തന്നെ നമ്മൾ ആദ്യം തന്നെ ചട്ടി ഗ്യാസിൽ വെക്കുക. അതിലേക്ക് ചൂട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് തിളച്ച് വരുമ്പോഴേക്കും ആവശ്യത്തിന് വേണ്ട കടുകും ഉലുവയും ചേർത്ത് പൊട്ടിച്ചെടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വേണ്ട കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കണം. ഉലുവപ്പൊടി ചേർക്കുന്നവരുണ്ട്. ഞങ്ങൾ കൂടുതലും ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം കറിക്ക് ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇവ മൂന്നും കൂടെ ഒരുമിച്ച് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. മൂത്ത് വരുമ്പോഴേത്തിനും വേണം നമ്മൾ അതിലേക്ക് ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാൻ. ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ ഒരുമിച്ച് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ചുവന്നുള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ചെറിയ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂട് കയറി വരും. മെയിനായിട്ട് നമ്മൾ കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുടംപുളി ഇട്ട് വെച്ച് വറ്റിച്ചെടുക്കുന്ന മീൻകറിയാണ്. അത് നമ്മൾ സാവകാശം സമയമെടുത്ത് എണ്ണയ്ക്കകത്ത് കിടന്ന് മസാലകളെല്ലാം മൂത്ത് വരുമ്പോഴാണ് മീൻ ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞൾപ്പൊടിയാണ്. ആദ്യം തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞങ്ങളിതിലേക്ക് കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. അതിന് 2 സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് മൂത്ത് ആ എണ്ണയെല്ലാം ഒന്ന് വറ്റി വരണം. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കണ്ടോ, നന്നായിട്ട് എണ്ണ കിടന്ന് മൂത്ത് നല്ലൊരു കറുത്ത കളറ് വരണം. പിന്നെ അതിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വേണ്ട കായപ്പൊടി. എല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മീൻ എത്രത്തോളം ചാറ് വേണോ നമുക്ക് അത്രത്തോളം ചാറ്. നമുക്കിത് ഏകദേശം 1 കിലോയോളം മീനുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറിയ കപ്പിനകത്ത് 1/2 കപ്പ് 1/2 തൊട്ട് 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ചെറിയ തീയിൽ അത് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ അടച്ച് വെച്ച് തിളച്ച് ചെറിയ തിളയാകുമ്പോൾ ഇനി നമ്മൾ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുക. മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമ്മൾ അത് ഇളക്കി യോജിപ്പിക്കില്ല. അതുകൊണ്ടാണ് മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. വെട്ടി തിളച്ചതിലേക്ക് നമുക്ക് ചെറുതായി മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നന്നായി തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മീൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് മുളകും ഉപ്പും പുളിയും എല്ലാം പിടിക്കും. അങ്ങനെ കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ മുങ്ങുന്ന പാകത്തിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ചട്ടി അടച്ചു വെച്ച്
നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 5 തൊട്ട് 8 മിനിറ്റോളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് സൈഡ് കഷ്ണങ്ങളൊന്നും പൊടിയാത്ത വിധം ഒന്ന് അടി തീർത്ത് ഇളക്കാവുന്നതാണ്. അതിന് ശേഷം അതിന് മുകളിലേക്ക് ആവശ്യത്തിന് വേണ്ട എണ്ണയും ഒരു തണ്ട് കറിവേപ്പിലയും ഗാർണിഷിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ഒന്നാന്തരം കോട്ടയം മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് കപ്പയുടെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. ഇത് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന തനിമയായിട്ടുള്ള നല്ല കറുത്ത കുറുകിയ മീൻകറിയാണ്. ഇതുപോലൊരു മീൻകറി ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആട്ടോ. കപ്പയാണ് ഞങ്ങൾ കോട്ടയംകാരുടെ ബെസ്റ്റ് ചോയ്സ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ നിങ്ങളിനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇതുപോലത്തെ ന്യൂ വീഡിയോസിന് വേണ്ടി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു വിത്ത് എ ന്യൂ റെസിപ്പി.